അസ്സലാമലൈക്കും. ഇന്ന് വളപ്പ് പോയപ്പണ്ട് നേന്ത്രവാഴ പൊട്ടിക്കിടക്കുന്നു. ഇതെന്ന് സ്വർണ്ണമുഖി വാഴ നേന്ത്രവാഴ കേട്ടോ. പക്ഷേ എന്താ പറയുക, നല്ല വെച്ചിട്ട് പറിച്ച് നട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പറിച്ച് നട്ട് നോക്കിയത്, പക്ഷേ ഉണ്ടാവണില്ല. അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് കന്നിൽ നിൽക്കണത്. പക്ഷേ ആദ്യം കൊലച്ചത് 15 കിലോ 20 കിലോനൊക്കെ ഉണ്ടായിരുന്നു വാഴ. പ്രാവശ്യം പിന്നെ കായ ചെറുതായിരിക്കും. എന്നാലും വീട്ടിൽ ഞാനത് നിർത്തിട്ട് കുറേ ഉപ്പേരി വെച്ചു. അപ്പോഴാണ് വിചാരിച്ചിരുന്ന പിന്നെ ചിപ്സ് ഉണ്ടാക്കാമെന്ന്. ആദ്യം കായയുടെ തൊലി കളഞ്ഞു കേട്ടോ. എന്നിട്ട് മഞ്ഞളിട്ട് വെക്കണം, തന്നെ കറ പോകാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ആദ്യം മഞ്ഞളിട്ട് വെച്ചു കേട്ടോ. കായയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ പറയുക, നല്ലതാണ് തോരൻ വെക്കാനും. അതുപോലെ വണ്ണപ്പയർ ചെറുപയറിലൊക്കെ ഇട്ട് പിന്നെ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ തോരൻ വെച്ച് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരു പ്രാവശ്യം. മഞ്ഞളിട്ട് വെച്ച കായ ഉണ്ടല്ലോ, അത് തോരൻ വെച്ചിട്ട് നല്ലപോലെ വെള്ളം തുടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തത്. കായൊക്കെ വറുക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. പിന്നെ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലോട്ടോ കായ വറുക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാവണം കേട്ടോ. ചട്ടിയിൽ ഒഴിച്ചിട്ട് നല്ല തിളച്ച് വരുന്ന സമയത്താണ് കായ ഇടുക. കായ മഞ്ഞളിട്ട് വെച്ച കാരണം ഞാൻ മഞ്ഞൾ വെള്ളം ഒഴിക്കണില്ല. പക്ഷേ പിന്നെ കായ ഇട്ടിട്ട് നല്ല ഏകദേശം ഉറുകിന്ന് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ആ ഉപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ കായിട്ട് നല്ല ഗോൾഡൻ കളറായിന്ന് കണ്ടാൽ പിന്നെ അത് പൊരിയെടുക്കാം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ചിപ്സിൽ പിന്നെ ഇടക്കിടക്ക് കായ തുടച്ചെടുത്ത കായകൾ ഇങ്ങനെ മുറിച്ചതിലേക്ക് ഇടുന്നുണ്ട്. വറുത്ത് വരുമ്പോഴത്തേന് ഫുള്ളായിട്ട് ഇടാതെ 2-3 പ്രാവശ്യമായിട്ട് കേട്ടോ വറുത്തെടുത്തത്. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. പിന്നെ കടകളിൽ നിന്ന് മേടിക്കണ ചിപ്സ് എനിക്ക് കണ്ടിട്ടില്ല. വായയിൽ ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വായന നാവിൽ നിറയെ പുണ്ണ് വരും. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. കായ പിന്നെ എണ്ണയിലിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോഴേ നല്ല കലാവുള്ള സൗണ്ട് ഉണ്ടാകും. അപ്പോഴാണ് അത് കോരിയെടുക്കുക കേട്ടോ. ഇതുപോലെ കായത്തെ കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് പിന്നെ ചിപ്സ് ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലത്തെ വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത്. അവർ കടകളിലൊക്കെ ചൂടായ വെളിച്ചെണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ട് അതിലാവും എല്ലാതും ഉണ്ടാക്കുക. അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് നേരെ ഭക്ഷണം അങ്ങനെ കൊടുക്കാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അങ്ങനെ ഫുള്ളും ഞാൻ ചിപ്സ് ഒക്കെ വറുത്ത് പോരിട്ടോ. എന്നിട്ട് നല്ലതുപോലെ പക്ഷെ നല്ല പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. വെളിച്ചെണ്ണയിൽ വറുത്ത കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ആ വെളിച്ചെണ്ണൻ്റെ മണവും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാം വറുത്തിട്ട് ഏകദേശം നല്ല ചൂടൊടുക്കാക്കാൻ പാടില്ല. അങ്ങനെ ചൂടാറിന് ശേഷം ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് കഴിക്കാൻ നല്ലതല്ലേ. നല്ല മഴയല്ലേ, അപ്പോൾ അത് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ചങ്ക് ഒരു കിച്ചിച്ച് സൗണ്ടാണ് വർത്താനം പറയാൻ പിന്നെ പറ്റണില്ല. അപ്പോൾ ഞാൻ തേന് കുടിച്ചാൽ ഭേദാവെന്ന് പറഞ്ഞിട്ട് ഞാൻ തേനൊക്കെ ഇടക്കിടക്ക് കുടിക്കാറുണ്ട്. അതാണ് സൗണ്ട് ഇങ്ങനെ കേട്ടോ. ഒന്നും തോന്നരുതേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും സപ്പോർട്ടും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എല്ലാവരോടും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.